കേരളത്തിലെ കാലാവസ്ഥയിൽ മാതളം വളർത്താൻ അല്പം ശ്രദ്ധ കൂടുതൽ ആവശ്യമാണ്. ആദ്യം തന്നെ നല്ല ഇനം തൈകൾ തിരഞ്ഞെടുക്കണം. ഗണേശ്, മൃദുല എന്നിവയാണ് കേരളത്തിന് അനുയോജ്യമായ പ്രധാന ഇനങ്ങൾ. വിത്ത് മുളപ്പിച്ച തൈകളേക്കാൾ എയർ ലെയറിംഗ് വഴി ഉണ്ടാക്കിയെടുത്ത തൈകൾ തിരഞ്ഞെടുക്കുന്നതാണ് വേഗത്തിൽ കായ്ക്കാൻ നല്ലത്. നന്നായി വെയിൽ ലഭിക്കുന്ന സ്ഥലം വേണം തിരഞ്ഞെടുക്കാൻ. വെള്ളക്കെട്ടുള്ള സ്ഥലം ഒഴിവാക്കണം. 6 സെന്റിമീറ്റർ വീതിയിലും ആഴത്തിലും കുഴിയെടുക്കുക. ഉപരിതല മണ്ണ്, ഉണങ്ങിയ ചാണകപ്പൊടി, കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് എന്നിവ ചേർത്ത് കുഴി നിറയ്ക്കണം. മഴക്കാലത്തിന്റെ തുടക്കത്തിൽ നടുന്നതാണ് ഉചിതം. മാതളം കൃത്യമായ പരിചരണം ആഗ്രഹിക്കുന്ന ചെടിയാണ്. ചെടി വളരുന്ന ഘട്ടത്തിലും പൂവിട്ട് കഴിഞ്ഞും കൃത്യമായ നന ആവശ്യമാണ്. എന്നാൽ കായ്കൾ പഴുക്കുന്ന സമയത്ത് അമിതമായി നനയ്ക്കുന്നത് കായ്കൾ പൊട്ടാൻ കാരണമാകും. വർഷത്തിൽ 2 തവണ ജൈവവളങ്ങൾ, ചാണകപ്പൊടി അല്ലെങ്കിൽ കമ്പോസ്റ്റ് നൽകണം. കൂടാതെ എല്ലുപൊടി നൽകുന്നത് വേരോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. മാതളത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രൂണിങ്. ചെടിക്ക് ഒരു പ്രധാന തണ്ട് മാത്രം നിലനിർത്തി വശങ്ങളിലേക്ക് വളരാൻ അനുവദിക്കുക. ഉണങ്ങിയതും രോഗം ബാധിച്ചതുമായ ചില്ലകൾ അപ്പപ്പോൾ മുറിച്ചു മാറ്റണം. ചെടിയുടെ ചുവട്ടിൽ നിന്ന് വരുന്ന മുളകൾ നീക്കം ചെയ്യണം. ഇല്ലെങ്കിൽ അവ പ്രധാന ചെടിയുടെ ബലം കുറയ്ക്കും. മാതളത്തിന്റെ പ്രധാന ശത്രുക്കൾ കായ്തുരപ്പൻ പുഴുക്കളും ഫംഗസ് ബാധയുമാണ്. കായ്കൾ ചെറിയ വലിപ്പമാകുമ്പോൾ തന്നെ പേപ്പർ കവറുകളോ തുണിയോ ഉപയോഗിച്ച് പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് പുഴുക്കളെ തടയാൻ സഹായിക്കും. വേപ്പെണ്ണ എമൽഷൻ ഇടയ്ക്കിടെ തളിക്കുന്നത് നല്ലതാണ്. നട്ട് 2 മുതൽ 3 വർഷത്തിനുള്ളിൽ മാതളം കായ്ച്ചു തുടങ്ങും. കായ്കളുടെ പുറംതൊലിക്ക് കടും നിറം വരികയും തട്ടുമ്പോൾ ഒരു ലോഹ ശബ്ദം വരികയും ചെയ്യുമ്പോഴാണ് വിളവെടുപ്പിന് പാകമാകുന്നത്. കൈകൊണ്ട് പറിക്കാതെ കത്രിക ഉപയോഗിച്ച് ഞെട്ടോടെ മുറിച്ചെടുക്കുക. മാതളം പൂവിട്ട് കായുണ്ടാകാൻ തുടങ്ങുമ്പോൾ നനയിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റം പഴങ്ങൾ പൊട്ടിപ്പോകാൻ കാരണമാകും. അതുകൊണ്ട് നനയ്ക്കുന്നതിൽ മിതത്വം പാലിക്കുക. നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്ന മാതളം ആരോഗ്യ ഗുണങ്ങളുടെ കാര്യത്തിൽ മുൻപന്തിയിലാണ്. മാതള നാരങ്ങയിൽ വൈറ്റമിൻ സി, വൈറ്റമിൻ കെ, പൊട്ടാസ്യം, ഫൈബർ എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇതിലെ ആന്റി ഓക്സിഡന്റുകൾ ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്നു. രക്തസമ്മർദ്ദം കുറയ്ക്കാനും ധമനികളിൽ കൊഴുപ്പടിയുന്നത് തടയാനും മാതളം സഹായിക്കുന്നു. ശരീരത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതിനാൽ അനീമിയ ഉള്ളവർക്ക് ഇത് വളരെ നല്ലതാണ്. ഇതിലെ വൈറ്റമിൻ സി അണുബാധകൾക്കെതിരെ പോരാടാൻ ശരീരത്തെ സജ്ജമാക്കുന്നു. നാരുകൾ ധാരാളമുള്ളതിനാൽ ദഹന പ്രക്രിയ സുഗമമാക്കാൻ ഇത് സഹായിക്കുന്നു. കേരളത്തിലെ കാലാവസ്ഥയിൽ മാതളം വളരുമെങ്കിലും കുറച്ചുകൂടി വരണ്ട കാലാവസ്ഥയിലാണ് ഇത് നന്നായി കായ്ക്കുന്നത്. ചെടി വളരുന്ന ഘട്ടത്തിൽ മിതമായ നനവ് ആവശ്യമാണ്. പഴമായി കഴിക്കുന്നതിന് പുറമെ മാതളത്തിന്റെ തൊലി ഉണക്കി പൊടിച്ച് ആയുർവേദ മരുന്നുകളിലും ചർമ്മ സംരക്ഷണത്തിനും ഉപയോഗിക്കാറുണ്ട്. കായ്തുരപ്പൻ പുഴുക്കളെ നിയന്ത്രിക്കാൻ ഈ മാർഗവും പരീക്ഷിക്കാവുന്നതാണ്. ഈ പുഴുക്കൾ പൊതുവെ കാണപ്പെടുന്നത് ഇലകൾക്കിടയിലും പഴങ്ങളുടെ പുറമേയിലുമാണ്. ഇവയെ ഇലയോടുകൂടി നുള്ളിയെടുത്ത് കുറച്ച് വെള്ളത്തിൽ ഉപ്പുപൊടി ചേർത്ത് ഉപ്പുലായനി ഉണ്ടാക്കുക. ഇനി ഇതിലേക്ക് പുഴുക്കളെ ഇട്ട് നശിപ്പിക്കാവുന്നതാണ്. ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.